ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിൽ ആണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് തമാശയായിട്ടെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാമെങ്കിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായ പ്രതിസന്ധികളെ കുറിച്ചൊന്ന് ഓർക്കാൻ പറ്റുമോ റോഷൻ? ഇതിന് റോഷനുണ്ടായ പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടോ? ഇതെങ്ങനെ വരുന്നുണ്ടായിരുന്നു? പേടിയുണ്ടോ? അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രഷറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ? ഞങ്ങൾക്ക് മുംബൈ പോലീസിൻ്റെ 2 അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് ഞാനത് പറയാനും ഞാൻ അതിന് കെയർ ചെയ്യണമില്ല. അതിൽ അത് വളരെ വ്യക്തമായി തന്നെ ആ ചാനലിലെ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഞാനും സഞ്ജു ഉണ്ടെങ്കിൽ ചില ആൾക്കാർ അതിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ ആ നഷ്ടം എനിക്ക് ഒരു തരത്തിൽ എന്നെ ബാധിച്ചിട്ടില്ല. കാരണം ഈശ്വരാധീനം കൊണ്ട് എല്ലാ സിനിമയ്ക്കും ഇന്ന് വരെ ഈശ്വരാധീനം കൊണ്ട് എല്ലാ സിനിമയ്ക്കും പല തരത്തിലുള്ള അംഗീകാരങ്ങൾ ദൈവം നൽകി. ഈ ഒരു 5 പടം കൊണ്ട് 6 പടം കൊണ്ട് അതിൽ തന്നെ ഞാൻ തൃപ്തനാണ്. 1. 2, ഇനി എന്ത് പ്രതിസന്ധി വന്നാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപോട്ട് പോകും. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ അതിൽ ആരെയും കെയർ ചെയ്യില്ല. ഇത് എൻ്റെ അവസാനത്തെ സിനിമയായിരുന്നെങ്കിൽ അതായിട്ട് തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. അതിനുള്ള ഗട്ട്സ് എനിക്കുണ്ട്. ഗട്ട്സ് എന്താണെന്ന് ഈ സിനിമയിലൂടെ തന്നെ ഞാൻ കാണിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും എൻ്റെ പിന്തിരിയില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാൻ എനിക്ക് ചെറുപ്പം മുതൽ ചിലപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കും എന്നെ അങ്ങനെ ആക്കിയത്. ഞാൻ ആരോടും കടപ്പെട്ടവനോ ആരോടും ഇതുള്ളവനോ അല്ല. പക്ഷേ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടക്കുന്നത് വരെ ഞാൻ അതിൻ്റെ പിന്നാലെ. ഒരു പക്ഷേ മഞ്ജുവിനും ആ സ്വഭാവമുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എങ്ങനെയെങ്കിലും മഞ്ജു അത് നടത്തിയെടുക്കാറുണ്ട്. എനിക്കങ്ങനെ തോന്നി. നമ്മൾ രണ്ടും ചില കാര്യങ്ങളിൽ അങ്ങനത്തെ സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വഴക്കൊക്കെ വരാൻ കാരണം എനിക്കിനി ആര് വന്നിട്ടും എൻ്റെ അടുത്ത് പറയണം ഇനി സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞാലും ഇനി റോഷൻ ആൻഡ്രൂസിനെ വെച്ച് സിനിമ എടുക്കില്ലെന്ന് പറഞ്ഞാലും എനിക്കതിൽ ഒരു വിഷമമില്ല. കാരണം ഞാൻ തൃപ്തനാണ്. ഞാൻ ഏത് സിനിമ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ആ മനസ്സുള്ളതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. എനിക്കെല്ലാം ദൈവം നൽകുകയും ചെയ്യും. അതിൽ എല്ലാം ഒത്തുവന്നുണ്ട് ഹൗ ഓൾഡ് ആർ യു. ഇപ്പം ഈ സക്സസ് തന്നെ ആ ഒരു തീരുമാനത്തിൻ്റെതാണ്. അപ്പോൾ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയുടെ കഥ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇറങ്ങിയാൽ പോയ ഒരു സിനിമ ജയറാമിനെ വെച്ച് ചെയ്യാൻ നിർമ്മാതാവും വന്നു, ഡിസ്ട്രിബ്യൂട്ടറും റെഡി, ശ്രീനേട്ടൻ എഴുതാനും തയ്യാറാണ്. അങ്ങനൊരു മൂമെൻ്റ് ലൈഫിൽ വന്നിട്ടുണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ. അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടെന്നാണ്. എനിക്ക് ഉദയനാരം മതി, എനിക്ക് ആ സിനിമ വേണ്ട എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉദയനാരമേ ചെയ്യുള്ളൂ 3 വർഷം കഴിഞ്ഞാൽ. ഇന്നും ഞാൻ പറയാം ഹൗ ഓൾഡ് ആർ യു ഇനി എന്ത് സംഭവിച്ചാലും ശരി എന്നോട് പറയും ഇത് കഴിഞ്ഞാൽ റോഷൻ ആൻഡ്രൂസിൻ്റെ മലയാള സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി ദിസ് വിൽ ബി മൈ ലാസ്റ്റ് ഫിലിം, ഐ ഡോണ്ട് കെയർ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു മനസ്സാണ്. അതിനിപ്പോൾ ഇനി പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ നഷ്ടങ്ങളോ എല്ലാം വെറും ശാശ്വതമാണ്. എൻ്റെ ഉദയനാരത്തിൻ്റെ ഡയലോഗുണ്ട്, സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, എല്ലാം മാറും. ഞാൻ ആരോടും എനിക്ക് പണക്കില്ല, ആരോടും എനിക്ക് വഴക്കില്ല. സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സിനിമയ്ക്ക് നിരുപമ ആവശ്യമാണ്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടീനെ ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ സിനിമയ്ക്ക്. അത് എനിക്ക് എൻ്റെ ഫസ്റ്റ് ചാൻസ് കിട്ടി. ഐ എം താങ്ക്ഫുൾ ടു എവരിവൺ. ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സിനിമ തീരാറായ സമയത്താണ് ഞാൻ ഈ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് മഞ്ജു വാര്യർ അപ്പോൾ ഒരു സ്റ്റേജിലിരുന്ന് മഞ്ജു പാട്ട് പാടുന്നു. അപ്പോൾ ഞാൻ സംഭവമാണല്ലേ വായിച്ച് വരുന്നു. കാരണം എനിക്കങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴും വളരെ സിമ്പിളായിട്ട് ചോറ് വിളമ്പിത്തരുന്നു, ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കുന്നു, ഇലയിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് മഞ്ജുവായിട്ട്. മഞ്ജു അതുപോലെ തന്നെ സെറ്റിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ക്രൂവിന് എൻ്റെ കരിയറിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മഞ്ജു സെർവ് ചെയ്തു. മഞ്ജു എന്നെ ഫുഡ് കൊണ്ടുവന്ന് എല്ലാവർക്കും മഞ്ജു സെർവ് ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമോ, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വൈഫ് എനിക്ക് വിളമ്പി തരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എനിക്ക് വിളമ്പി തരുന്നത് എനിക്ക് ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. മഞ്ജു ഇത് എല്ലാവർക്കും ചെയ്തു. അതിന് മഞ്ജുവിനോട് ആദ്യം തന്നെ ഒരു സിനിമയുടെ ഒരു പേഴ്സണൽ ഒരു താങ്ക്സ് നമ്മുടെ യൂണിറ്റിലെ എല്ലാവർക്കും. അതൊരു വലിയ കാര്യം തന്നെ. ഞാൻ സിൻസിയർ ആയിട്ട് എൻ്റെ മനസ്സിൽ നിന്നാണ് എല്ലാവർക്കും ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയി പറഞ്ഞ് ഞാൻ വിളമ്പി തരാമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ എന്നുമുണ്ട്. എനിക്ക് അങ്ങനത്തെ അനുഭവം. ഭക്ഷണം വിളമ്പി തരുന്ന പ്രൊഡക്ഷനിലെ ചേട്ടന്മാർക്ക് എനിക്ക് വിളമ്പി കൊടുക്കണമെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു നടിക്കപ്പുറം ഇപ്പോൾ ഒരു വലിയൊരു ബ്രാൻഡ് മൂല്യമായിട്ട് മഞ്ജു വാര്യർ മാറിയിരിക്കുകയാണ് മലയാള സിനിമയിൽ. എനിക്ക് ആ ചോദ്യം തന്നെ എനിക്ക് പറയാനുള്ള അവകാശം കിട്ടിയതിൽ സന്തോഷം. കാരണം ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, ഒരുപാട് സിനിമകൾ മഞ്ജു വാര്യനെ കാത്തിരിക്കുന്നു. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഉറപ്പാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്പേസ് മലയാളത്തിൽ വരും. മലയാളത്തിൽ ഈ നമ്മുടെ ഇൻ്റർവ്യൂ കാണുന്ന സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും
പുതിയതായിട്ട് സിനിമയാകാൻ പോകുന്ന ആൾക്കാർക്കും ഒരു വലിയൊരു സ്പേസാണ് മഞ്ജു തുറന്നു കൊടുക്കുന്നത്. മലയാളത്തിൽ എന്തായാലും ഒരു പ്ലസ്സാണത്. ഹവോൾഡാറിയുടെ വിജയവും നമുക്കൊരു പ്ലസ്സാണ്. അപ്പോൾ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു 14 ഇയേഴ്സിന് ശേഷവും ആ മാണിക്യത്തിനൊരു വലിയ ബ്രാൻഡ് മൂല്യമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും മഞ്ജുവിനെ കാത്തു വരുന്ന പരസ്യങ്ങൾ, മഞ്ജുവിൻ്റെ ഒരു മുഖം കാണാനായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ അടുത്തിരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്നു, എൻ്റെ ഭാഗ്യം. എന്താണ് ഇനിയും ആ ബ്രാൻഡിൽ നിന്ന്, ആ ബ്രാൻഡ് മൂല്യത്തിൽ നിന്ന് മലയാള സിനിമയിലേക്ക് കിട്ടാൻ പോണത്? അല്ലെങ്കിൽ വ്യവസായത്തിൽ എന്നുള്ളതൊക്കെ എന്താ പറയാ, അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും ആളുകൾ തരുന്ന ഈ ഒരു സ്നേഹത്തിനാണ്, അതാണ് ഏറ്റവും വലിയൊരു മൂല്യം. ഒരിക്കലും ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തൊരു എനിക്ക് കിട്ടുന്ന ഒരു അത്രയും വാല്യുബിളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നത് അതാണ്. അതെന്നും ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ ഉണ്ടായിക്കോളും എന്നുള്ളത് ഇപ്പോൾ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്തായാലും നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഡാൻസിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഞ്ജു വാര്യരുടെ അടുത്ത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് ഒന്ന് അവസാനമായിട്ട് പറയാവുന്നത്, മഞ്ജു വാര്യർക്ക് ആർക്കെങ്കിലൊക്കെ ലോകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരവരുടെ നഷ്ടമാണ്. മലയാള സിനിമയ്ക്കും മഞ്ജു വാര്യർ എവിടെയൊക്കെയോ നഷ്ടമായിരുന്നു. 14 ഇയേഴ്സിന് ശേഷം മഞ്ജു വാര്യർക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. ബി ആസ് യുവർ സെൽഫ്. May God bless you. Thank you.